ബുദ്ധമതത്തിൽ ദേഷ്യം നിയന്ത്രിക്കാനുള്ള അതിമനോഹരമായ ഉപദേശങ്ങളുണ്ട്. ബുദ്ധൻ പറഞ്ഞ 10 വഴികൾ ഇവിടെ പറയാം. 1. മെത്ഫ സൂത്രം, സ്നേഹപൂർവമായ ദയ. ദേഷ്യം വന്നാൽ മനസ്സിൽ ഇത് ആവർത്തിക്കുക: സകല ജീവികളും സുഖമായിരിക്കട്ടെ, ഭയമില്ലാതിരിക്കട്ടെ, ദുഃഖമില്ലാതിരിക്കട്ടെ. 2. ശ്രദ്ധാപൂർവമായ നിരീക്ഷണം. ദേഷ്യമുണ്ടാകുമ്പോൾ ശരീരത്തിൽ എങ്ങനെ അനുഭവപ്പെടുന്നു, മനസ്സിൽ എങ്ങനെ മാറ്റം സംഭവിക്കുന്നു? വികാരങ്ങൾക്ക് താൽക്കാലികമായ സ്വഭാവം മനസ്സിലാക്കുക. 3. കാത്തിരിക്കുക, പ്രതികരിക്കരുത്. ദേഷ്യം വന്നാൽ ഉടൻ പ്രതികരിക്കരുത്. ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മനസ്സ് ശാന്തമാകുന്നത് കാത്തിരിക്കുക. 4. കാമത്ത പ്രതികാരം, ക്ഷമയുടെ ശക്തി. ക്ഷമ ഒരു ബലമാണ്, ദുർബലത അല്ല. ക്ഷമിക്കുന്നവൻ ശക്തനാണ് എന്നോർക്കുക. ചിന്തകളുടെ ഉത്ഭവം അറിയുക. ദേഷ്യം എവിടെ നിന്ന് വരുന്നു? അടിസ്ഥാന കാരണമെന്ത്? ഈ ചിന്തയുടെ മൂലം തിരിച്ചറിയുക. 6. കരുണയുടെ വികാസം. ദേഷ്യം തോന്നുന്ന വ്യക്തിയെക്കുറിച്ച് കരുണ തോന്നാൻ ശ്രമിക്കുക. അവരും തങ്ങളുടെ സങ്കടങ്ങളുടെ ഇരകളാണെന്ന് മനസ്സിലാക്കുക. 7. ശൂന്യതയുടെ ദർശനം. ദേഷ്യം താൽക്കാലികമാണ്, എല്ലാം മാറ്റമുള്ളതാണ്. ഈ വികാരവും കടന്നുപോകും. 8. സത്യവചനം. ദേഷ്യത്തിൽ സത്യം പറയരുത്. ശാന്തമാകുന്നതുവരെ മിണ്ടാതിരിക്കുക. പിന്നീട് സ്നേഹപൂർവം സംസാരിക്കുക. 9. സദ്വികാരങ്ങൾ നട്ടുവളർത്തുക. ദയ, കരുണ, സന്തോഷം, ശാന്തത എന്നിവ വളർത്തുക. ഇവ ദേഷ്യത്തിന് എതിരായ ശക്തികളാണ്. ദേഷ്യമാണ് എന്ന് പറയരുത്. ദേഷ്യമുണ്ട് എന്ന് നോക്കുക. നിങ്ങൾ ദേഷ്യമല്ല, ദേഷ്യം നിങ്ങളിൽ കടന്നുപോകുന്ന ഒന്നാണ്. ബുദ്ധൻ പറഞ്ഞതുപോലെ, ദേഷ്യത്തോട് ദേഷ്യം കാണിക്കുന്നവൻ രോഗത്തോട് രോഗം കാണിക്കുന്നവനാണ്. ദേഷ്യത്തോട് ദേഷ്യം കാണിക്കാത്തവൻ 2 രോഗങ്ങളിൽ നിന്നും മുക്തനാണ്. ദേഷ്യം ഒരു വിഷം പോലെയാണ്. അത് മറ്റൊരാളെ ലക്ഷ്യം വച്ച് വിടുന്നത് നിങ്ങൾ തന്നെ കുടിക്കുന്നതാണ്. ഈ രീതികൾ പരിശീലിക്കും